പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം ചില ജീവിത പാഠങ്ങളാണ്. മറക്കരുതാത്ത 8 കാര്യങ്ങൾ. അതെ, ഈ ചില കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകുന്നതുകൊണ്ടോ ഓർക്കാത്തത് കൊണ്ടോ, എന്നാലെല്ലാം അറിയാം, ഓർത്ത് കണ്ട് പെരുമാറാത്തതോ ചെയ്യാത്തതാണ് പലരുടെയും ജീവിതത്തിലെ വിഷമങ്ങളുണ്ടാക്കുന്നത്, ദുഃഖങ്ങളുണ്ടാകുന്നത്, പരാജയത്തിലേക്ക് എത്തുന്നു. അത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട 5-8 കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ ഇനിയും വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഒന്ന് തിരുത്തുക. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോഴും തരുന്നത്. കാരണം ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങളൊക്കെയാണ് പലരും ജീവിതത്തിൽ അനുഭവിക്കുന്നത്. ഇതിൽ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിട്ട് പലപ്പോഴും നമ്മളെ സമീപിക്കാറുണ്ട്, പലരും നമ്മുടെ സെൻറ്ററിലേക്ക് എത്താറുണ്ട്. അതിൻ്റെയൊക്കെ റൂട്ട് കോസ് ഇനി ഞാൻ പറയുന്ന ഈ 5-8 കാര്യങ്ങളിൽ അധിഷ്ഠിതമാണ്. ഒന്ന് ചിന്തിച്ച് നോക്കണം. നമ്പർ 1, നോ പറയാൻ പഠിക്കുക, അല്ലെങ്കിൽ പരിശീലിക്കുക. ഇല്ല എന്ന് ചില കാര്യങ്ങൾ ചില സമയത്ത് നോ പറയേണ്ടതുപോലെ പറയേണ്ട സമയത്ത് പറയാത്തതാണ് പലരുടെയും പിന്നീടുണ്ടാകാവുന്ന അതീവ ദുഃഖത്തിന് കാരണം, പ്രതിസന്ധിക്ക് കാരണം. നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ പലപ്പോഴും ലയബിലിറ്റികൾ പലർക്കും വരാൻ കാരണം എന്താ? ചിലരോട് ചില കാര്യങ്ങൾ പറയേണ്ട സമയത്ത് നോ എന്ന് പറയാൻ, എന്ന് വെച്ചാൽ നമ്മൾ എതിർത്ത് പറയണമെന്നില്ല, പലരും പറയാറുള്ളതെന്ന് അറിയാം. എങ്ങനെ അത് പറയും അവരോട്? അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്. അല്ലെങ്കിൽ ചിലർ പറയുന്നത് എനിക്കത് അറിയില്ല, എന്തെങ്കിലും എൻ്റെ ഇല്ലെങ്കിലും ഞാൻ നോ എന്ന് പറയില്ല, അതങ്ങനെ ആയിപ്പോയി, ഞാൻ അങ്ങനെ ആയിപ്പോയി. ഇതൊക്കെ ഇങ്ങനെ പറയും. പക്ഷെ അനുഭവിക്കുന്ന ആരാ? അവനവൻ തന്നെയല്ലേ. ചില ദുർബലത, മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ, അല്ലെങ്കിൽ അവർ നമ്മളെപ്പറ്റി എന്ത് വിചാരിക്കും, ഇത്രയും നാൾ നിങ്ങളെ എങ്ങനെ കരുതിയിരുന്നു, അത് മാറ്റി ചിന്തിക്കുമെന്ന് വിചാരിച്ച് സ്വയം സഹിച്ചുകൊണ്ട് വഴങ്ങിക്കൊടുക്കുക പല കാര്യത്തിലും. അത് പിന്നീട് വലിയ കോൺസിക്വൻസിന് ഇടയാക്കുന്നു എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ച് നിങ്ങളെ പറ്റിയുള്ള അതിനകത്ത് യാതൊരു പ്രതിബദ്ധതയില്ല എന്ന് മനസ്സിലാക്കുക. കാര്യം കാണാൻ വേണ്ടിയിട്ട് പല വിധത്തിൽ സ്വാധീനിച്ചേക്കാം. അവിടെ വിഡ്ഢികളാകുന്നത് നിങ്ങൾ മാത്രമായിരിക്കും. അതുകൊണ്ട് പല കാര്യങ്ങൾക്കും നോ പറയേണ്ടടുത്ത് കൃത്യമായ രീതിയിൽ പറയേണ്ടതുപോലെ വളരെ സരസമായിട്ട് അങ്ങ് നോ പറഞ്ഞ് ഒഴിയാൻ സാധിക്കണം. നമ്പർ 1. നമ്പർ 2, സമയത്ത് മാത്രം സംസാരിക്കുക എന്നുള്ളതാണ്. അത്യാവശ്യത്തിനല്ലാതെ നിങ്ങളുടെ സംസാരം അനാവശ്യമായ രീതിയിൽ ചെറിയൊരു കാര്യം കൺവേ ചെയ്യാനായിരിക്കും, പക്ഷെ അതിനു വേണ്ടിയിട്ട് ആവശ്യത്തിൽ കൂടുതൽ നിങ്ങൾ ഡെലിവറി നടത്തിയാൽ നിങ്ങളുടെ വാല്യൂ അവിടെ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഒരു സദസ്സിലായിക്കോട്ടെ, ഒരുമിച്ച് പലരും ചേർന്ന് സംസാരിക്കുമ്പോഴായിക്കോട്ടെ, നിങ്ങൾ വെയിറ്റ് ചെയ്യാം, അല്ല ശ്രദ്ധയോടെ കേൾക്കുക, എല്ലാവരെയും നിരീക്ഷിക്കുക. ഇതിനിടയ്ക്ക് എൻ്റെ ശബ്ദം കൂടെ അവിടെ ചേർന്ന് എത്തണം, എങ്കിലേ എനിക്ക് മറ്റുള്ളവർ വില തരൂ എന്ന് വിചാരിച്ച് റിലവൻ്റ് അല്ലാത്ത കാര്യങ്ങളും വളവളന്ന് കയറി സംസാരിക്കുക. എപ്പോഴും മൗനം വിദ്വാന് ഭൂഷണം എന്ന് പറയാറുണ്ട്. പക്ഷെ എല്ലാ സന്ദർഭത്തിലും മൗനം ഭുജിക്കാനും പാടില്ല. ആവശ്യമുള്ളത് മാത്രം അളന്നു തൂക്കി കൃത്യസമയത്ത് മാത്രം പറയാനുള്ളതാണ്. ഇതില്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ എവിടെയും നഷ്ടപ്പെടും. അത് വീട്ടിലായിക്കോട്ടെ, നിങ്ങൾ പെരുമാറുന്ന സമൂഹത്തിലായിക്കോട്ടെ. അപ്പം നമ്പർ 2 എന്ന് പറയുന്നത് അത്യാവശ്യത്തിനല്ലാതെ വളരെ ക്രിസ്പായിട്ട് മാത്രമേ നിങ്ങളുടെ എനർജി നഷ്ടപ്പെടുത്താൻ പാടുള്ളൂ. അല്ലെങ്കിൽ ആർക്കാ എനർജി ലോസ് ഉണ്ടാകുന്നത്? പ്രത്യേകിച്ച് സ്പിരിച്വാലിറ്റിയിലൊക്കെ പറയും, നാക്കിട്ടടിക്കുമ്പോഴാണ് ഊർജ്ജശോഷണം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് മൗനവ്രതങ്ങളൊക്കെ എടുക്കാറുള്ളത്. മിണ്ടാറ് അധികം അങ്ങോട്ട് പുറത്തോട്ട് കൂടുതൽ നമ്മുടേതായ രീതിയിൽ അങ്ങോട്ട് നാക്കിട്ടടിച്ച് നിങ്ങളുടെ എനർജി ലോസ് നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ്. നമ്പർ 3, എപ്പോഴും സ്വയം ഒരു റിയലൈസേഷന്, ഒരു വിചിന്തനത്തിന് വിധേയമാക്കുക. നിങ്ങൾ ആരാണ്? മറ്റുള്ളവർക്കില്ലാത്ത ഒരുപാട് കഴിവുകൾ നിങ്ങൾക്കുണ്ട്. പക്ഷെ നിങ്ങൾ പലപ്പോഴും അത് കാണാറില്ല. മറ്റുള്ളവർ എന്നെ സ്നേഹിക്കട്ടെ, മറ്റുള്ളവർ എന്നെ എന്തുകൊണ്ട് റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, ഇതിനു വേണ്ടി അങ്ങോട്ട് പല തന്ത്രങ്ങളും പല രൂപേണ മെനഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഒരു കാരണവശാലും നിങ്ങൾ അങ്ങോട്ട് ഓടിപ്പോകേണ്ട ആവശ്യമില്ല, ആരുടെയും പുറകെ പോകേണ്ട ആവശ്യമില്ല. നിങ്ങളെ റിയലൈസ് ചെയ്യുക. നിങ്ങൾക്കും മറ്റുള്ളവർക്കില്ലാത്ത എന്തൊക്കെയോ ചില കഴിവുകളൊക്കെ ഉണ്ട്. അതിൽ അല്ലെങ്കിൽ സ്വയം സംതൃപ്തി അടയുക, സെൽഫ് റിയലൈസ് ചെയ്യുക,
കൂടാതെ നിങ്ങളെ നിങ്ങൾ കെയർ ചെയ്യാൻ പ്രയോറിറ്റി ആദ്യം കൊടുക്കുക. ഇങ്ങനെ വരുമ്പോൾ മാത്രമേ നിങ്ങളുടെ മൂല്യം വർദ്ധിക്കൂ. സ്വയം റെസ്പെക്റ്റ് കൊടുക്കാതെയും സ്നേഹിക്കാതെയും നമ്മൾ മറ്റുള്ളവരെ സ്നേഹം കിട്ടാനോ റെസ്പെക്റ്റ് കിട്ടാനോ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നഷ്ടമാകുന്നത് നിങ്ങളുടെ മൂല്യം മാത്രമായിരിക്കും എന്ന് തിരിച്ചറിയും. ക്ലിയർ ആണല്ലോ. അടുത്തത് 4-മത്തത്, എപ്പോഴും നമ്മളുടെ വാക്കുകളിൽ നിന്ന് പുറത്തോട്ട് വരുമ്പം ഞാനൊന്നുമല്ല, അല്ലെ എന്നെ കൊണ്ടൊന്നും പറ്റില്ല, കൊള്ളില്ല, അല്ലെങ്കിൽ പലപ്പോഴും സംസാരിക്കുമ്പോൾ ആദ്യം തന്നെ നിങ്ങളൊരു പ്രീ സജഷൻ പോലെ പറയുന്നത്, ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ എന്താ പറയുക എന്നൊക്കെ പറഞ്ഞ് ഒരു വ്യക്തതയില്ലാത്ത രീതിയിലുള്ള സംസാരം ആദ്യം ഒഴിവാക്കുക. ചില ഓവർ പൊളൈറ്റ്നെസ്സോ അല്ലെങ്കിൽ കൂടുതൽ സഹതാപമോ നിങ്ങളെപ്പറ്റി മറ്റുള്ളവർ കുറച്ചുകൂടെ അനുകമ്പയോടുകൂടി ശ്രദ്ധിക്കും എന്ന് വിചാരിച്ചാണ് ആദ്യം തന്നെ പറയുന്നത്. പല കഴിവുകളും നിങ്ങൾക്കുണ്ട്, നിങ്ങൾ അങ്ങോട്ട് എടുത്ത് വിളമ്പുകയാണ്, എന്നെ കൊണ്ടൊന്നും കൊള്ളില്ല, ഇനി ഞാൻ പറയുന്നത് ശരിയാണോ എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞുള്ള സ്വയം ഇകഴ്ത്തിയുള്ള സംസാരം ഒഴിവാക്കുക. ഇത് നിങ്ങളുടെ വാല്യൂ നഷ്ടപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന്, എത്ര ചെറിയ ചെറിയ കാര്യമായാലും എന്ത് വേണം, ചെയ്യുന്നത് അധികമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓടി നടന്ന് നിങ്ങൾ അവിടെ എവിടെയും തൊട്ട് പൂർത്തീകരിക്കാതെ ഇട്ടിട്ട് പോകാതിരിക്കുക. ചെയ്യുന്നതെന്തും വളരെ വൃത്തിയായി ചെയ്യുക. ഇന്നൊരു 10 കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ 10 ഓടി നടന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കണമെന്നില്ല. പ്രയോറിറ്റി അനുസരിച്ച് 2-3 കാര്യം ചെയ്യുന്നത് വൃത്തിയായി ചെയ്യുക, അക്കംപ്ലിഷ് ചെയ്യുക എന്നുള്ളത്. ഇതിലൂടെ മാത്രമേ നിങ്ങളുടെ മൂല്യം വർദ്ധിക്കൂ. ഞാനീ പറയുന്നതെല്ലാം തന്നെ നമ്മുടെ മൂല്യം നഷ്ടപ്പെടുത്തുന്ന, മറ്റുള്ളവർ നിങ്ങളെ വെറുക്കപ്പെടുന്ന, തിരസ്കരിക്കുന്ന ഘടകങ്ങളാണ്. എത്ര പ്രവൃത്തി ചെയ്യുന്നു എന്നുള്ളതല്ല, ചെയ്യുന്ന പ്രവൃത്തി വൃത്തിയായി ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഓരോ ദിവസങ്ങളും നമ്മൾ ചെയ്ത് മുന്നേറുമ്പോൾ എല്ലാ കാര്യത്തിലും ഒരു അക്കംപ്ലിഷ്മെന്റ്, വൃത്തിയായി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും മൂല്യം കൂടുന്നു എന്നുള്ളതാണ്. പ്രവൃത്തി എന്നൊന്ന് എഴുതി നോക്കിയാൽ നിങ്ങൾ, പ്രവൃത്തി, ഓക്കെ, എപ്പോഴും ആക്ഷനാണല്ലോ നമ്മൾ ചെയ്യുക. പ്രവൃത്തിയുടെ ആദ്യത്തെ ഒന്ന് മാറ്റുക, എന്ന് വെട്ടി മാറ്റിക്ക്, പിന്നെ കിട്ടുന്ന എന്താ, വൃത്തി. ഏത് പ്രവൃത്തിയും ചെയ്യുമ്പോൾ ഓർക്കുക, ഇത് ഭംഗിയായി ചെയ്യാൻ പറ്റുന്നുണ്ടോ. അത് സംസാരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്, ചിന്തിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ഈച്ച് ആൻഡ് എവറി മൂവ്മെന്റ്സിലും നമ്മളിൽ നിന്ന് വരുന്ന ഓരോ ആക്ഷനും എന്താണ്, പ്രവൃത്തിയാണ്. അതിൽ 100% ആകാൻ ശ്രമിക്കുക. എങ്കിലേ 60-70% വൃത്തിയായി ചെയ്യാൻ സാധിക്കുന്നു. അവിടെ നമ്മുടെ മൂല്യം ഉയരുന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞ 8-മത്തെ പോയിന്റ്. എങ്കിൽ 9-മത്തെ പലപ്പോഴും വളരെ ശ്രദ്ധിക്കാനുള്ളത്, വിഡ്ഢികളോടും അഹങ്കാരികളോടും നിങ്ങൾ പറയുന്ന ഭാഷ മനസ്സിലാകാത്തവരോടും കയറി സംസാരിച്ച് സമയം കളയരുത്. അതൊക്കെയാണ് വിഡ്ഢികൾ. ഇത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത വിഡ്ഢികളുണ്ട്. മറ്റൊന്ന് അഹങ്കാരികൾ. കാര്യങ്ങളൊക്കെ അറിവുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാലും എല്ലാവരും ഒരു പുച്ഛത്തോടു കൂടിയും ഇടിച്ചു താഴ്ത്തുന്നതുമായിട്ടുള്ളവരുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യം, അല്ലെ ആ ഭാഷ എന്ന് പറഞ്ഞാൽ ഒരാശയം അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത, അത് അവരുടെ കുഴപ്പമല്ല, അത്രത്തോളം ഒരു ഇന്നർ മെച്യൂരിറ്റി ഉള്ളൂ. ഈ 3 കക്ഷികളുടെ അടുത്തും 3 സ്വഭാവമുള്ളവർക്കും ഇടപെടുമ്പോൾ അത് ശ്രദ്ധിക്കുക. അത് അവരെ അടിച്ചേൽപ്പിക്കാനോ അവരെ പഠിപ്പിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനൊക്കെ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾ വിഡ്ഢികളാകുകയുള്ളൂ. അതിന് മുതിരാതിരിക്കുക എന്നുള്ളതാണ്. കാരണം എപ്പോഴും ഞാൻ പറയുന്നൊരു സംഭവമാണ്, ഒരുപാട് നഷ്ടപ്പെടാനുള്ളവരും അവരോടും ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവരും ഉണ്ടാവും ഈ 3 വിഭാഗത്തിൽ. അതിനകത്ത് വിഡ്ഢികളുണ്ടാകാം, അഹങ്കാരികളുണ്ടാകാം, നമ്മൾ പറയുന്ന ഭാഷ മനസ്സിലാകാത്തവരുണ്ടാകും. ഇതിനകത്ത് സമൂഹത്തിൽ പലപ്പോഴും നമ്മളിടപെടുന്ന പലരും ഒരുപാട് നഷ്ടപ്പെടാനുള്ള വലിയൊരു ആൾക്കാരുണ്ടാകും. ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവരും ഈ 3 കാറ്റഗറിയുണ്ട്. ഇവരോടൊന്നും കയറി കൂടുതൽ പോയി കളിക്കാൻ നിൽക്കരുത്, മുട്ടാൻ നിൽക്കരുത്. അത് നിങ്ങളെ തകർത്ത് കളയും, കൂടുതൽ വിഷമത്തിനിടയാണ്. അവിടെ നമ്മളൊന്ന് സംയമനം പാലിക്കുന്നത് ഒരിക്കലും നമ്മുടെ കുറവ് കൊണ്ടല്ല, നിങ്ങളുടെ ബുദ്ധി കൊണ്ടായിരിക്കണം. ക്ലിയർ ആകുന്നുണ്ടല്ലോ. അടുത്തത് വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്, കടം കൊടുക്കാതിരിക്കുക. ലോണ് അല്ലെങ്കിൽ സഹായം, പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ കൃത്യമായ കരങ്ങൾക്കല്ലാതെ അല്ലെങ്കിൽ അർഹിക്കുന്നവർക്കല്ലാതെ നിങ്ങൾ കടമോ സഹായമോ കൊടുക്കാൻ പാടില്ല. കൈയും കാലും കണ്ണും സാമാന്യ ബുദ്ധിയുള്ള ഒരാളെ സംബന്ധിച്ച് പറഞ്ഞാൽ
അവര് കടക്കണിയിൽപ്പെട്ടതോ ദാരിദ്ര്യം അനുഭവിക്കുന്നതോ അവരെ ദൈവം ശിക്ഷിച്ചിട്ടിരിക്കുകയാണ്. ഈ വിവേചന ബുദ്ധി, വിശേഷ ബുദ്ധി നിങ്ങളെപ്പോലെ തന്നെ അവർക്കും കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാതെ അവരെ സത്യത്തിൽ നിങ്ങൾ ഒരു മടിയനാക്കുകയാണ് ചെയ്യുന്നത്. ആ മടിയന്മാർ എപ്പോഴും എന്ത് ചെയ്യുന്നു? അവർ ആരെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ മറ്റുള്ളവരിൽ നിന്നും കടം ചോദിക്കാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കും. എന്നിട്ട് അവർ സുഖമായിട്ട് ജീവിക്കും. അപ്പം സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഒരു ദൗർബല്യമായി മാറുന്നു. കടം കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ ഒരു ശത്രുവിനെ നിങ്ങൾ വില കൊടുത്ത് വാങ്ങുന്നതിന് തുല്യമാണ്. പൈസ കൊടുത്ത് നിങ്ങളുടെ മൂല്യവും ഇല്ലാതാക്കും. നിങ്ങളെപ്പറ്റി പിന്നീട് കാണാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളെപ്പറ്റി മറ്റുള്ളവരോട് പോലും ഒരു ശത്രുത ഉണ്ടാകത്തക്ക രീതിയിൽ, അകറ്റത്തക്ക രീതിയിൽ അവർ തന്നെ പെരുമാറും എന്നുള്ളതാണ്. അർഹതയില്ലാത്ത കരങ്ങൾക്ക് കടം കൊടുക്കരുത്. ഇനി 1-2 പ്രാവശ്യം ഒക്കെ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയിട്ടുണ്ടാകും പലരും. എന്നിട്ടും വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുന്നവരുണ്ട്. ഇതെങ്ങനെ മനസ്സിലാക്കുമെന്ന പലരും ചോദിക്കുക. സഹായത്തിന് അത്യാവശ്യമെന്ന് ചോദിക്കുന്നു. ഒരു ടെമ്പററി ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും തൽക്കാലത്തേക്ക് ഒരു സഹായം നൽകുന്ന പോലല്ല, ഇത് സ്ഥിരം ആവർത്തിക്കുകയാണ് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ കടം വാങ്ങുന്നവര് എന്തെങ്കിലും ഉപാധി പറഞ്ഞുകൊണ്ടാണ് നിങ്ങളോട് കടം ചോദിക്കുന്നതെങ്കിൽ ഉറപ്പാണ് നിങ്ങളെ അവർ പറ്റിച്ചിരിക്കും. എന്താണെന്നറിയാമോ? എനിക്കിപ്പോൾ ഇത്ര 10,000 രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ഒക്കെ വേണം, എനിക്കൊരു ചിട്ടി കിട്ടാനുണ്ട്, അല്ലെങ്കിൽ ആ വസ്തു വിൽക്കാനുണ്ട്, അത് കൊടുത്തു കഴിയുമ്പോൾ തരാം, അല്ലെ ഇന്നയാൾ പൈസ തരാനുണ്ട്. ഇങ്ങനെ മുൻകൂർ ജാമ്യം പറഞ്ഞുകൊണ്ടാണ് കടം ചോദിക്കാൻ ഒരുങ്ങുന്നതെങ്കിൽ ഉറപ്പിച്ചു, നിങ്ങളെ അവർ വേണമെന്ന് വിചാരിച്ചായിരിക്കണമെന്നില്ല, ഇതൊക്കെ സത്യവുമായിരിക്കാം. പക്ഷെ ആ സമയമാകുമ്പോൾ അവർക്ക് അതിൽ കൂടുതലുള്ള, നിങ്ങളെക്കാട്ടിലും കൂടുതൽ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു കടം വരുത്തി വെച്ചിട്ടുണ്ടാവും. അതങ്ങോട്ട് പോവും. നിങ്ങൾ അവിടെ വിഡ്ഢിയാകപ്പെടും. നിങ്ങളെ ഒരു ശത്രുവാക്കി കാണുകയും അവർ ചെയ്യും എന്നുള്ളതാണ്. വളരെ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് പലരും ആത്മഹത്യയിലേക്ക് വരെ പോകാനുള്ള കാരണമെന്ന് പറയുന്നത്. മറ്റൊന്ന്, എപ്പോഴും ഇങ്ങനെയുള്ള ചില ശീലത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ പലരും നിങ്ങളെ വിട്ടുപോകാം. മുമ്പുണ്ടായിരുന്ന, അല്ലെ നിങ്ങൾ സ്നേഹം വേണമെന്ന് ആഗ്രഹിച്ച പലരും നിങ്ങളിൽ നിന്ന് വിട്ടുപോകും. അതിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. കാരണം ആവശ്യമില്ലാത്ത, മൂല്യമില്ലാത്ത വിട്ടു പോട്ടെ. അത് നിങ്ങൾക്ക് തൽക്കാലത്തേക്ക് ഒരു വിഷമം ഉണ്ടാകുകയുള്ളൂ. ഇൻ ഫ്യൂച്ചറിലേക്ക് ഏറ്റവും ഫലവത്തായിരിക്കും നിങ്ങളുടെ ജീവിതം എന്നുള്ളതാണ്. ശരിയാണോ? സൂക്ഷ്മമായി ചിന്തിക്കാം. ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.